വാട്ട് ഈസ് അപ്പ് ഇൻവൈറ്റേഴ്സ്, എല്ലാവർക്കും നല്ല നമസ്കാരം. വെൽക്കം ടു ദ ബെസ്റ്റ് എവർ മലയാളി. ഇപ്പോൾ കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കാര്യം ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എബ്രോഡേക്ക് മൂവ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 വർഷം ആവുന്നു. അപ്പോഴേക്ക് ആ ഒരു ടൈമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇനിഷ്യൽ സ്റ്റേജസ് ഉണ്ടാവുമല്ലോ. നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് പുതിയതായിട്ട് സെറ്റിലാവുന്ന ആ ഇനിഷ്യൽ സ്റ്റേജസും കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാം സ്മൂത്തായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും എൻ്റെ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് നമ്മുടെ ഈ പഴയ യൂട്യൂബും കാര്യങ്ങളും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങാമെന്നുള്ള പ്ലാനാണ് ഇപ്പോൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് വളരെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓണമല്ലേ, ഇന്ന് ഓണത്തിനാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാര്യം ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഓണമാണ്. ഫസ്റ്റ് ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിലായി കഴിഞ്ഞിട്ട് എബ്രോഡ് വന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് 2 വർഷമായി ഇവിടെ വന്നെങ്കിൽ പോലും സെറ്റിലായി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഫസ്റ്റ് ഓണാണ് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. കാര്യം ഞങ്ങളൊരു പുതിയൊരു സിറ്റിയിലേക്ക്, ഞങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ വേറൊരു സൈഡായിരുന്നു, എസെക്സ് എന്ന് പറയുന്നൊരു സൈഡായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഫാർ നോർത്തിലേക്ക് ഇപ്പോൾ ഞങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അത് കാരണം തന്നെ ഇവിടെ വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും അധികമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയിരുന്നു നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങൾ 2 പേരുമാണ് ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾക്ക് 2 പേർക്കും കൂട്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ആരും വന്നിട്ടില്ല ഇങ്ങോട്ട്. കാര്യം ഞങ്ങൾ ഈ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് ഏറെക്കുറെ ഒരു 1-2 ആഴ്ച ടൈം ആവുന്നേ ഉള്ളൂ, 2 ആഴ്ച കഷ്ടിയാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു മൂവിങ് പീരീഡും കാര്യങ്ങളും യൂണി ഡിഗ്രീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും എന്താ പറയുക ഒരു ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് പല സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് ആർക്കും വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും മീനും മാത്രമേ ഈ പ്രാവശ്യം ഓണം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളൂ. വേറെ ആരും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളിവിടെ ഒരു ഫ്രോസൺ സദ്യ മേടിച്ചിട്ട് അത് കഴിക്കാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ 2 പേരും ഇരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ വലിയ സെറ്റപ്പും സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്രോസൺ സദ്യ എങ്ങനെയുണ്ട് നമുക്ക് റിവ്യൂ ചെയ്ത് കളയാം. കാര്യം കുറേ നാൾ നമ്മൾ റിവ്യൂവും പരിപാടിയായിട്ടൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഫ്രോസൺ സദ്യ എന്ന് നമുക്ക് നോക്കാം. നീനുവേ, എന്തായിരുന്നു നമുക്ക് ഫുഡ്? നട്ട്സാ? ഓണം ഇട്ടാ ഫ്രോസൺ സദ്യ. എന്നാൽ നമുക്ക് അതിൻ്റെ അത് ചെറുതായിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് എല്ലാവരും ഒന്ന് കാണിച്ചാലോ? അടുക്കളയിൽ പോണോ ഇവിടെ നിൽക്കണോ? അന്ന് അടുക്കളയിലേക്ക് പോവാം. ചോറ് മാത്രം വെച്ചാൽ മതിയോ? അപ്പൊ പപ്പടം വെക്കണ്ടേ? എന്താ പപ്പടം ഫ്രോസൺ സദ്യയിലുണ്ടെന്നാണോ പറയണേ? അറിയാൻ പാടില്ല അല്ലേ? ഫ്രോസൺ സദ്യയിൽ പപ്പടം ഉണ്ടാവും അല്ലേ? ആ അതാണ് ബ്രില്യൻ്റ് ആണല്ലോ. പാരമ്പര്യമായിട്ടാണോ? ഇത് ഏതാ ബ്രാൻഡ്? ഇത് അച്ചാൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഞങ്ങൾ ഇതുവരെ ഫ്രോസൺ സദ്യ കഴിച്ചിട്ടുണ്ട്. നമ്മളിത് ആദ്യമായിട്ടല്ലേ ഫ്രോസൺ സദ്യ കഴിക്കുന്നത്? ഫ്രോസൺ സദ്യ കഴിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അരി നമ്മൾ എപ്പോഴും ടെസ്കോഡ് അരി തന്നെ അല്ലേ? ലോങ് ഗ്രെയിൻ റൈസ്. എനിക്ക് വൈറ്റ് റൈസ് ആണ് ഇഷ്ടം. അപ്പൊ നമ്മൾ ടെസ്കോടെ ലോങ് ഗ്രെയിൻ റൈസ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സദ്യക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും ഇരിക്കട്ടെ. എന്തൊക്കെ ഉണ്ടെന്നൊന്ന് കാണിച്ചു തന്നെ. തുറക്കുമ്പോ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? എന്തൊക്കെയുണ്ടെന്നുള്ള ഒരു പേജ് ഉണ്ട്. ആഹാ, ഒരു യൂസർ മാനുവൽ ഒക്കെ പോലെ. പിന്നെ ഇത് എന്തൊക്കെ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നുള്ള ഇൻഗ്രീഡിയൻസ് ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അലർജി ഒക്കെ ഉള്ള ഗ്ലൂട്ടൻ ഫ്രീ ആണോ? അല്ല ഇവിടെ എങ്ങനെയാണല്ലോ. പരിപ്പ് കറി, സാമ്പാർ, അവിയല്, കൂട്ടുകറി. ഡിലേ ആക്കണ്ട, നമ്മൾ ഡയറക്റ്റ് കാര്യങ്ങളിലേക്ക് വരട്ടെ. 2 SAS പേപ്പർ വാഴയില. SAS അല്ല, ഏതോ ഒരു പേപ്പറിന്റെ വാഴയില ഉണ്ട്. അത് 2 ഉണ്ട്. ഫസ്റ്റ് എന്താ ഉള്ളത് ബോക്സിൽ? എന്താ? തോരനാണുള്ളത്. തോരനാണോ? എല്ലാത്തിനും പേര് ചെയ്തിട്ടുണ്ട്, മാറിപ്പോണ്ട. തോരൻ മാറിപ്പോയാലോ? അല്ലെങ്കിൽ കോഴിക്കോടൻ ഹൽവ റെഡ് ആൻഡ് ബ്ലാക്ക് ഉണ്ട്. അച്ചാറ്, ഇഞ്ചിപ്പുളി, നാരങ്ങ അച്ചാറ്, ബനാന ചിപ്സ്, ചക്രവരട്ടത്. അത് 2 വേണം. അതില്ലാതെ എന്ത് സദ്യ അല്ലേ? പപ്പടം എത്ര എണ്ണം? 2 എണ്ണമാണോ 4 എണ്ണോ? 2 എണ്ണമാ? 2 ആയിരിക്കണം. എന്തായാലും നമ്മുടെ പപ്പടം ഉണ്ടല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത്തെ ബി നിലവറ തുറക്കുന്നു. ഇത് ഒഴിച്ചുകറികള് ഇതൊക്കെ എനിക്കറിയാനുള്ള. ഇതാ കൂട്ടുകറി. ഇറച്ചിക്കറിയോ? കൂട്ടുകറി.
പൈനാപ്പിൾ പച്ചടി. പച്ചടി. പൈനാപ്പിൾ പച്ചടി മഞ്ഞ കളർ അല്ലേ? അത് ഇവിടുത്തെ പൈനാപ്പിൾ ചിലപ്പോ വെളുത്തു പോയതായിരിക്കും. ഇവിടെ എല്ലാം വെള്ളല്ലേ. ഓലൻ പരിപ്പ് കറി. പരിപ്പ് കറി അതെന്റെ ഫേവറേറ്റ് ആട്ടോ. അത് ഞാൻ കൂടുതലായിട്ട്. നമ്മളിനി അടുത്ത നിലവറയിലേക്ക് കടക്കുവാണ്. അതെ അതെ, ടങ് ട്വിസ്റ്റർ ആയി പോയല്ലോ. നിലവറ എന്നൊക്കെ പറയാൻ നാക്ക് പിടിച്ചായിരുന്നോ? സാമ്പാറ്. സാമ്പാറ് ഇതെന്നാ? ചെറുപയർ പായസം. ചെറുപയർ പായസം. അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ വലിയ പായസത്തിന്റെ ഒരു ബിഗ് ഫാൻ അല്ല. അടപ്രഥമൻ. മാഷാഅല്ലാ. അവിയല്. ഇത്ര ഐറ്റംസ് ആണ്. ഇതെല്ലാം മൈക്രോവേവബിൾ അല്ലേ? എല്ലാം ഇത് ബോക്സ് എല്ലാം മൈക്രോവേവബിൾ ആണ്. മീനു കാര്യങ്ങളെല്ലാം കാര്യമായിട്ട് മൈക്രോവേവിലേക്ക് വെച്ചോണ്ടിരിക്കുക കേട്ടോ. ഇത് ചൂടാക്കി കൂടി തിന്നിരുന്നെങ്കിൽ ഞങ്ങൾ തിന്നാ മതിയായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ വല്ല കടയിൽ പോയിരുന്ന് കഴിച്ചാൽ പോരായിരുന്നു. വീട്ടിൽ നിന്ന് കഴിക്കുന്നതിന്റെ സുഖം കാര്യമാണ്. കാര്യം മീന് പറഞ്ഞാലും കേൾക്കണമല്ലോ. നമ്മളിപ്പോ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചോണ്ടിരിക്കാണ്. മൈക്രോവേവിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചുതരാം. ഹൽവ ഉണ്ടോ? ഇത് ഏത് ഭാഗത്താണ് ഹൽവ കഴിക്കുന്നത്? ഓ, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടോ? അതെ അതെ, എനിക്കിത് സ്ഥിരാക്കണം എന്നാണ് പറയണേ. രണ്ടുപേരുള്ളപ്പോ ശരിക്കും ഇങ്ങനത്തെ പരിപാടിയാണ് നല്ലതെന്ന് തോന്നുന്നത്. രണ്ടുപേർക്ക് വേണ്ടിട്ട് നമ്മൾ ഈ സംഭവമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ പറയാതെ അത്യാവശ്യം ടൈം എടുക്കും. അതിൽ രണ്ടുപേർക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ക്വാണ്ടിറ്റിയും ഭയങ്കര ലെസ് ആയിരിക്കില്ലേ? ആഹാ, ഇതാണ് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞ. ഇതാണ് വിരലിട്ട് ഇളക്കി വായിൽ വെച്ച് കഴിയുമ്പോളേ. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മാൻഡേറ്ററി ആയിട്ട് ഓണത്തിന് വരുന്ന പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. ജ്യൂസാണ് കേട്ടോ, ജ്യൂസാണ്. തെറ്റിദ്ധരിക്കണ്ട, ജ്യൂസാണ്. അതെ, ജ്യൂസ് കഴിക്കാതെ എന്ത് ഓണമല്ലേ? ഓക്കെ, എനിവേ നമ്മളിപ്പോൾ ഇലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഉള്ളതുകൊണ്ട് വലിയ പരിപാടിയൊന്നും ഇല്ല. ചെറിയ ഇല, ചെറിയ സദ്യ, നൈസ് പരിപാടി എന്നൊക്കെ. മീനുവേ അടുക്കി കഴിഞ്ഞോ? ഇതിപ്പോ എത്ര ഉണ്ട്? ഇതിപ്പോ 2, 4, 6, 8, 9 കറികള്. ലെമൺ പിക്കിളാണ്, നാരങ്ങാച്ചാറ്, ഇഞ്ചിപ്പുളി, മാങ്ങ, എന്താണ് ചെറുപയർ പായസം, അവിയൽ, അടപ്രഥമൻ, അത് പാലട, ഇനി ക്യാബേജ്, അവിയൽ, പരിപ്പ്, പച്ചടി, കിച്ചടി, കൂട്ടുകറി, സാമ്പാർ. വരവായി, ഫുഡ് വരവായി. സദ്യ എത്തിക്കഴിഞ്ഞു. ഇതിൽ ഈ കൂട്ടുകറി ഉണ്ടല്ലോ, ബീഫ് ഫ്രൈ പോലെ ഇരിപ്പുണ്ട്. ആഹാ, അങ്ങനെ നമ്മള് എന്താണ് നമ്മുടെ ഫുഡ് പരിപാടിയൊക്കെ എല്ലാം ഇടയിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇപ്പം നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് സാമ്പാറൊക്കെ ഇതിൻ്റെ മേളിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു ഫുഡ് പാറ്റേൺ ഇങ്ങനെയല്ല. എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ആദ്യം പരിപ്പും ചോറും കൂട്ടിയൊരു പിടി പിടിക്കും, പിന്നെ സാമ്പാറും ചോറും കൂട്ടിയൊരു പിടി പിടിക്കും, പിന്നെ നമ്മുടെ കൂട്ടുകറികൾ ചേർത്തൊരു പിടി പിടിക്കും, പിന്നെ മോര് ചേർത്തൊരു പിടി പിടിക്കും, പിന്നെ നമ്മുടെ തൈരും രസമൊക്കെ ചേർത്തൊരു പിടി പിടിക്കും. എങ്ങനെയുണ്ടെന്ന് നമുക്ക് റേറ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ നൈസായിട്ട് അടിച്ച് എല്ലാ സെറ്റപ്പും ആയി. എല്ലാ ഫുഡും കഴിച്ചല്ലേ നമ്മൾ നന്നായിട്ട്? ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡെല്ലാം. അപ്പം ഞങ്ങളെല്ലാം ഫുഡെല്ലാം അടിച്ച് നല്ല ടയർഡായിട്ടുണ്ട്. ഇനി ഒന്ന് കിടന്നുറങ്ങട്ടെ. അപ്പം നമുക്ക് ഇനിയും കാണണം. ബൈ ബൈ.